ഹായ് ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ തയ്യാറാക്കിയെടുക്കാൻ പോകുന്ന റവ വെച്ചുണ്ടാക്കിയെടുക്കാൻ പറ്റിയ നല്ല പഞ്ഞി പോലെ സോഫ്റ്റ് ആയിട്ടുള്ളൊരു അപ്പമാണ്. വളരെ എളുപ്പത്തിൽ തയ്യാറാക്കിയെടുക്കാവുന്നതാണ്, അതേസമയം നല്ല ടേസ്റ്റുമാണ് കഴിക്കാനായിട്ട്. അപ്പോൾ വീഡിയോ ഒട്ടും തന്നെ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ട് കാണാൻ ശ്രമിക്കുക. അപ്പോൾ അത്രയേ ഉള്ളൂ, വേഗം തന്നെ വീഡിയോ പോയി കണ്ടു നോക്കിയാലോ. അപ്പോൾ തയ്യാറാക്കി എടുക്കുന്നതിനായിട്ട് ആദ്യമേ തന്നെ ഞാൻ ഇവിടെ ഒരു മിക്സർ ജാർ എടുത്തിട്ടുണ്ട്. ഇതിലോട്ട് 1 കപ്പ് അളവിൽ റവ ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ വറുക്കാത്ത റവയാണ് എടുത്തേക്കുന്നത് കേട്ടോ. ഇനി നമുക്കിതിലോട്ട് ഒരു 1/2 കപ്പ് അളവിൽ മൈദയും കൂടെ ചേർക്കാം. മൈദയ്ക്ക് പകരമായിട്ട് വേണമെങ്കിൽ ഗോതമ്പ് പൊടി എടുക്കാവുന്നതാണ് കേട്ടോ. ഇനി നമുക്കിതിലോട്ട് മധുരത്തിന് ആവശ്യമായിട്ടുള്ള ശർക്കര പാനി ചേർക്കാം. ഞാനിവിടെ 2 വലിയ ശർക്കരയിലോട്ട് ഒരു 1/2 കപ്പ് വെള്ളം ചേർത്ത് മെൽറ്റ് ചെയ്തെടുത്തേക്കുന്നതാണ്. നല്ലൊരു ഫ്ലേവറിനായിട്ട് 2 ഏലക്കായും കൂടെ ചേർത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലോട്ട് ഒരു 1/4 കപ്പ് അളവിൽ വെള്ളം കൂടെ ചേർത്ത് നല്ല പോലെ ഒന്ന് ബ്ലെൻഡ് ചെയ്തെടുക്കാം. അതിനുശേഷം നമുക്കിതൊരു ബൗളിലോട്ട് മാറ്റി കൊടുക്കാവുന്നതാണ് കേട്ടോ. ഞാനിപ്പോൾ ഇതിലോട്ട് കുറച്ചുകൂടെ വെള്ളം ചേർത്ത് കൊടുക്കുന്നുണ്ട്. നമ്മുടെ ബാറ്ററി കുറച്ച് തിക്കായിട്ടാണ് ഇരിക്കുന്നത്. അപ്പോൾ ഈ രീതിക്ക് പോരാ. നമ്മുടെ റവയൊക്കെ ആകുമ്പോൾ സോക്കായിട്ട് വരുമ്പോൾ കുറച്ച് വെള്ളം കുറഞ്ഞു വരുമോ. കാരണം ഞാൻ ഇതിലോട്ട് ഒരു 1/4 കപ്പ് അളവിൽ വെള്ളം മിക്സർ ജാറിലോട്ട് തന്നെ ആക്കിയിട്ടൊന്ന് ജസ്റ്റ് ഒന്ന് കറക്കി എടുത്തേക്കുന്നതാണ്. അതും കൂടെ ചേർത്ത് നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം കേട്ടോ. നല്ല പോലെ മിക്സ് ചെയ്തെടുത്തതിന് ശേഷം നമുക്കൊന്ന് ഒരു 10 മിനിറ്റ് ഒന്ന് അടച്ച് വെക്കണം. അപ്പോൾ നമ്മുടെ ഈ ഒരു റവയൊക്കെ നല്ല പോലെ ഒന്ന് കുതിർന്ന് നല്ല സോഫ്റ്റ് ആയിട്ട് കിട്ടും കേട്ടോ. അപ്പോൾ അതിനെ നമുക്കൊന്ന് ഒരു 10 മിനിറ്റ് ഒന്ന് അടച്ച് വെക്കാം. 10 മിനിറ്റിന് ശേഷം നമുക്ക് തുറന്ന് നോക്കുമ്പോൾ ജസ്റ്റ് ഒന്ന് തിക്കായിട്ട് വന്നിട്ടുണ്ടാവും. ഈ ഒരു ടൈമിൽ വെള്ളം വേണമെന്നുണ്ടെങ്കിൽ നോക്കിയിട്ട് ചേർക്കാവുന്നതാണ്. ഞാനിപ്പോൾ ഇതിലോട്ട് ഒരു 2 ടേബിൾ സ്പൂൺ അളവിൽ വെള്ളം കൂടെ ചേർത്ത് മിക്സ് ചെയ്യുന്നുണ്ട് കേട്ടോ. നമ്മുടെ ഈ ഒരു നെയ്യപ്പൊക്കെ തയ്യാറാക്കുന്ന ആ ഒരു ബാറ്ററാണ് നമുക്ക് വേണ്ടത്. അപ്പോൾ ഞാനിവിടെ കുറച്ചും കൂടെ വെള്ളം ചേർത്തിട്ട് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമ്മളിത് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലോട്ട് ഒരു 1/4 ടീസ്പൂൺ അളവിൽ ഉപ്പ് ചേർത്ത് കൊടുക്കണം. നമ്മൾ ഈ ഒരു മധുര പലഹാരങ്ങളൊക്കെ ഉണ്ടാക്കുമ്പോൾ ഒന്ന് മധുരമൊക്കെ ഒന്ന് ബാലൻസ് ചെയ്ത് കിട്ടുന്നതിനായിട്ട് ഉപ്പ് ചേർക്കണം. അപ്പോൾ ഒരു 1/4 ടീസ്പൂൺ ഉപ്പും ചേർത്തിട്ടുണ്ട്. പിന്നെ നമ്മളിപ്പോൾ തന്നെ തയ്യാറാക്കി എടുക്കുന്ന കാരണം ഞാൻ അതിലോട്ട് ഒരു 1/4 ടീസ്പൂൺ അളവ് ബേക്കിംഗ് സോഡയും കൂടെ ചേർത്ത് മിക്സ് ചെയ്യുന്നുണ്ട്. ഇനി ഞാൻ അതിലോട്ട് 1 ടീസ്പൂൺ അളവിൽ നെയ്യും കൂടെ ചേർക്കുന്നുണ്ട്. നെയ്യ് ഓപ്ഷനിലാണ്, ചേർത്ത് കഴിഞ്ഞാൽ നല്ല ടേസ്റ്റ് ആയിരിക്കും കേട്ടോ. അപ്പോൾ നെയ്യും കൂടെ ചേർത്തതിന് ശേഷം നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. നല്ല പോലെ മിക്സ് ചെയ്തെടുത്ത് കഴിഞ്ഞാൽ നമ്മുടെ ബാറ്ററി ഇവിടെ റെഡിയായി. ഇനി നമുക്ക് ചീനച്ചട്ടിയിൽ എണ്ണ ചൂടാക്കാനായിട്ട് വെക്കാം. അപ്പോൾ ഞാനിവിടെ വെളിച്ചെണ്ണ എടുത്തേക്കുന്നത്. വെളിച്ചെണ്ണയ്ക്ക് പകരമായിട്ട് ഓയിൽ വേണമെങ്കിൽ എടുക്കാവുന്നതാണ്. അപ്പോൾ നമ്മുടെ ബാറ്ററി ഇവിടെ റെഡി ആയിട്ട് ഇനി നമുക്ക് ചീനച്ചട്ടിയിൽ എണ്ണ ഒഴിച്ചു കൊടുക്കാം. എണ്ണ നല്ല പോലെ ചൂടായിട്ട് വരണം. ആദ്യം നല്ല ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് നമ്മുടെ ഈ ഒരു എണ്ണ ചൂടാക്കി എടുക്കണം. അതിനുശേഷം നമുക്കിത് ലോ ടു മീഡിയം ഫ്ലെയിമിൻ്റെ ഇടയിൽ വെച്ചിട്ട് വേണം നമ്മുടെ അപ്പം തയ്യാറാക്കി എടുക്കാനായിട്ട്. അപ്പോൾ ഞാനിവിടെ ചെറിയ അപ്പമായിട്ടാണ് തയ്യാറാക്കി എടുക്കുന്നത്. അപ്പോൾ അതിൻ്റെ വലുപ്പമൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് കൂട്ടിയും കുറച്ചൊക്കെ എടുക്കാവുന്നതാണ്. അപ്പോൾ മാവ് കോരി ഒഴിച്ചതിന് ശേഷം ഇതുപോലെ മുകളിലോട്ട് ഇങ്ങനെ തന്നെത്താനെ പൊങ്ങി വരും. ആ സമയത്ത് വേണം നമ്മൾ തന്നെ എണ്ണ ജസ്റ്റ് ഇതിൻ്റെ മുകളിലോട്ടൊന്ന് ഊത്ത് കൊടുക്കാനായിട്ട് കേട്ടോ. അതിനുശേഷം നമുക്ക് തിരിച്ചും മറിച്ചിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കാവുന്നതാണ്. ഫ്ലെയിം ഒട്ടും തന്നെ കൂട്ടി വെക്കരുത്. എന്നാൽ ചൂട് അത്യാവശ്യത്തിന് ഉണ്ടാവും വേണം. നമ്മൾ നെയ്യപ്പൊക്കെ തയ്യാറാക്കി എടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ തന്നെ ഇത് തയ്യാറാക്കുമ്പോൾ ശ്രദ്ധിച്ചാൽ മതി. ഹൈ ഫ്ലെയിമിൽ വെച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് ഈ ഒരു അപ്പം കരിഞ്ഞു പോകും കേട്ടോ. ഉൾവശം വെന്ത് കിട്ടില്ല. അപ്പോൾ ആ കാര്യം ഒന്ന് ശ്രദ്ധിക്കുക. അപ്പോൾ അത്രയേ ഉള്ളൂ. നമ്മുടെ ഫസ്റ്റത്തെ അപ്പം ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇതുപോലെ തന്നെ നമുക്ക് ഇനി ബാക്കിയുള്ള അപ്പം എല്ലാം തയ്യാറാക്കി എടുക്കാവുന്നതാണ് കേട്ടോ. അപ്പോൾ ഇത് മുകളിലോട്ട് പൊങ്ങി വരുന്ന സമയം വരെ നമ്മളിത് ഇളക്കാനും പിടിക്കാനും നിൽക്കേണ്ട ആവശ്യമില്ല. അത് തന്നെത്താനങ്ങ് മുകളിലോട്ട് പൊങ്ങി വരും കേട്ടോ. അപ്പോൾ അതിന് ശേഷം വേണം നമ്മളൊന്ന് ഇതിൻ്റെ മുകളിലോട്ട് എണ്ണ തൂക്കി കൊടുക്കാനായിട്ട്. അപ്പോൾ നമ്മുടെ ബാറ്ററി നല്ല കറക്റ്റ് ആയിട്ടുണ്ടെങ്കിൽ മാത്രമേ ഇതുപോലെ നമുക്ക് പൊങ്ങി കിട്ടുള്ളൂ കേട്ടോ. അപ്പോൾ കാരണം വെള്ളമൊക്കെ ചേർക്കുമ്പോൾ നല്ല പോലെ ശ്രദ്ധിക്കുക. അപ്പോൾ ഓരോ നെയ്യപ്പം പോലെ നമുക്കിത് ഓരോന്നായിട്ട് തയ്യാറാക്കി എടുക്കാവുന്നതാണ്. അപ്പോൾ നല്ല ടേസ്റ്റാണ് കഴിക്കാനായിട്ട്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ നമ്മുടെ വീഡിയോ ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടമായാൽ ഒന്ന് ലൈക്ക് ചെയ്യുക. അതുപോലെ തന്നെ നമ്മുടെ ചാനൽ ആരെങ്കിലും പുതുതായിട്ട് കാണുന്ന കൂട്ടുകാരെ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യും കൂടെ വേണം കേട്ടോ. കൂടെ തന്നെ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായി തോന്നുകയാണ്, യൂസ്ഫുള്ളായി തോന്നുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലി റിലേറ്റീവ്സിനും ഈ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കാനൊന്നും മറക്കരുത്. അപ്പോൾ ഞാൻ നോക്കിയാൽ നമ്മുടെ അപ്പം എത്രത്തോളം സോഫ്റ്റ് ആണെന്ന് ഞാൻ പറയുന്നതിനേക്കാൾ കൂടുതൽ നിങ്ങൾക്ക് കാണുമ്പോൾ മനസ്സിലാവുന്നുണ്ടാവും. ഇതിൻ്റെ ഉൾവശമൊക്കെ നല്ല സോഫ്റ്റ് ആയിട്ടാണ് ഇരിക്കുന്നത്. അപ്പോൾ അത്രയേ ഉള്ളൂ. പുതിയ റെസിപ്പിയായിട്ട് വീണ്ടും കാണാം. താങ്ക്